സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൽ 18 മലകളുടെ നടുവിൽ പൊന്നു 18-ാം പടിയുടെ മുകളിൽ യോഗാസനത്തിൽ ചിന്മുദ്രധാരിയായി ശബരിമലയിൽ കുടികൊള്ളുന്ന ശ്രീ അയ്യപ്പസ്വാമിയുടെ ചൈതന്യം നമ്മുടെ കേരളം മാത്രമല്ല ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ശബരിമല ശ്രീ അയ്യപ്പന് സമമായി കാടും മലയും കുന്നുകളും നിറഞ്ഞ തൃശൂർ ജില്ലയിലെ കരുവാൻകാട് എന്ന ദേശത്തിൻ്റെ ഹൃദയഭാഗത്ത് പാറക്കെട്ടുകളുടെ നടുവിലായി കരുവാൻകാട് ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ഏകദേശം 90 വർഷങ്ങൾക്ക് മുകളിൽ ഈ അയ്യപ്പ ചൈതന്യത്തിന് പഴക്കമുണ്ടെന്നാണ് ഇവിടെയുള്ള പഴമക്കാരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിയാൻ കഴിയുന്നത്. ആദ്യകാലങ്ങളിൽ കൊടും വനപ്രദേശമായിരുന്ന ഈ ദേശത്ത് വളരെ അപൂർവമായി മാത്രമാണ് ആൾതാമസമുണ്ടായിരുന്നത്. അന്ന് ഇവിടെയുള്ള ചുരുക്കം ജനങ്ങൾ കൃഷി ചെയ്തും കന്നുമേച്ചും അവരുടെ ഉപജീവനം നടത്തിപ്പോന്നിരുന്നു. അവിടെ കാലിമേച്ച് നടന്നിരുന്ന കുട്ടികൾ അവരുടെ കന്നുകാലികളെ തുടരെ കാണാതാകുന്നതിൽ വിഷമിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ ഇരുന്ന സമയത്ത് കൂട്ടത്തിലെ മുതിർന്ന കുട്ടിയായ തെങ്ങുംചേരി കരുണാകര കൈമൾ എന്ന അനിയൻ കൈമൾ കള്ളായിച്ചിറയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ കിട്ടിയ വളരെ പ്രത്യേകത തോന്നിയ ഒരു കല്ല് എടുത്ത് ദേശത്തിൻ്റെ ഹൃദയഭാഗത്ത് കൊണ്ടുവന്നു വയ്ക്കുകയും പിന്നീട് കൂട്ടുകാരുമായി ചേർന്ന് ശരണം വിളിച്ച് പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അവരുടെ പ്രാർത്ഥനയുടെ ഫലം എന്നോണം കാണാതായ കന്നുകാലികൾ തിരിച്ചു വരികയും ചെയ്തു. ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, എൻ്റെ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറയണത്. 90 വർഷം മുമ്പ് അച്ഛൻ ഈ കന്നുകാലിയൊക്കെ മേച്ച് നടക്കണ കൂട്ടുകൂടി കന്നുകാലിയെ മേച്ച് നടക്കണ കാലത്ത് ചില സമയത്ത് വിട്ട പശുക്കൾ തിരിച്ചു വരില്ല. അപ്പോൾ വീട്ടിൽ ചെന്ന് അടി കിട്ടും. അപ്പോൾ അത് കാരണം തൊഴുത് ഇവിടെ നമ്മുടെ കള്ളായി ചെറിയുന്ന ഒരു കല്ല് കൊണ്ടുവന്ന് വെച്ച് അതിന് ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ച് ശരണം വിളിച്ച് കരയുമ്പോൾ ഇവർക്ക് കാണാതായ പശുക്കളെ തിരിച്ചു കിട്ടാറുണ്ടെന്ന്. അങ്ങനെ ദിവസവും ഇത് ഒരു കുട്ടിക്കളി മാതിരി എന്നും പറയാം. എന്തോ ഒരു ഈശ്വരൻ്റെ സ്വാധീനം ഉണ്ട്, അല്ലാതെ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നില്ലല്ലോ. അങ്ങനെ ചെയ്തു. പിന്നെ അവർ ഭക്ഷണം കൊണ്ടുവരുന്ന എന്തെങ്കിലും കുറച്ച് നേദിക്കും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരാൾക്ക് അതിലത്തെ പാരി എന്ന് പറയുന്ന ഒരാൾക്ക് ആലിൻ്റെ തൈ കിട്ടി. അപ്പോൾ അങ്ങേരും പിന്നെ ഒരു പാമ്പുങ്കൽ തങ്കപ്പൻ എന്നങ്ങനെ പറയാം, അവരൊക്കെ കൂടി ഈ വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഒരു ആൽത്തറയൊന്നുമില്ല, ഒരു ചെറുതായിട്ടൊരു കല്ല് ഇങ്ങനെ വെച്ചിട്ട് ഒരു ആലും വെച്ചു. അത് വലുതായി വന്നു. പിന്നെ ഈ അച്ഛൻ ഇവിടുന്ന് പോവുകയും ചെയ്തു. ആരും അങ്ങനെ അമ്പലത്തിൻ്റെ ഒരു കാര്യങ്ങളതൊന്നും ചെയ്യാനായിട്ടൊന്നും ആരും ഇതായിട്ട് അധികം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഈ ദേശത്തുള്ള ഒരു ശങ്കരമാൻ എന്ന് പറയും വിളിക്കുക. എനിക്ക് അങ്ങനെ ബാക്കിയുള്ള വീട്ടുമ്പോരെ കാര്യങ്ങളൊന്നും പറയാൻ അറിയില്ല. പിന്നെ ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൊഴുക്കുള്ളി കൃഷ്ണൻ എന്നാണ് അറിയപ്പെടുക. അങ്ങേരും വിളക്ക് കൊളുത്തലും ഈ എൻ്റെ വെല്ലിച്ചനും ഒക്കെ വിളക്ക് കൊളുത്തലും അങ്ങനെ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്ത് ആണ് പോന്നിരുന്നത്. ചെറുപ്പത്തിലേ തൊട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഓടി വരും. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ ഞാൻ താമസിച്ചിരുന്നത്. ഓടി വന്ന് സ്വാമിയോട് പറയും, അപ്പോൾ കാര്യം സാധിക്കും. അപ്പോൾ അന്ന് 1 രൂപ ഉണ്ടാവുള്ളൂ. ആ 1 രൂപ അവിടെ വെച്ചിട്ട് പോകും. ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് ചെറിയ കുട്ടികളുടെ കൈകൾ വളരെ അധികം ഉണ്ടായിരുന്നു. ചെറുപിള്ളേരായിട്ട് തന്നെ ഉണ്ടാക്കിയ ഒരു അമ്പലമാണ്. ഇപ്പോൾ ഈ ദേശത്തുള്ള എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ ശക്തിയും കാര്യങ്ങളൊക്കെ മനസ്സിലായി. എല്ലാവരും കൂടി ഇത് നന്നാക്കി കൊണ്ടുവന്നു അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം. അതിൻ്റെ ഇടയിൽ എൻ്റെ അച്ഛനൊക്കെ ഇവിടുന്ന് പോയി. അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ചേട്ടൻ കൃഷ്ണൻ കൈമൾ, അച്ഛൻ്റെ പേര് കരുണാകര കൈമൾ എന്നാണ്. അവർ മക്കളുടെ ഒപ്പം പാലക്കാട് പോയി. പിന്നെ അങ്ങേരുടെ ചേട്ടനായ തെങ്ങഞ്ചേരി കൃഷ്ണൻ കൈമൾ ഉണ്ടായിരുന്നു. അങ്ങേര് ഇതൊരു ഓട് മേഞ്ഞ ഒരു ചെറിയ ഗോപുരമൊക്കെ ആക്കി അതിൻ്റെ വിളക്ക് വെക്കലും എല്ലാ കാര്യങ്ങളും ചെയ്തു. അവിടുന്ന് എല്ലാ ജനങ്ങളും കൂടി അങ്ങേരും മരിച്ചു പോയിപ്പോൾ ഈ ദേശത്തുള്ള ആൾക്കാർക്ക് ഈ അമ്പലം ഒന്നും കൂടി നന്നാക്കണം എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായി. ഇനിയും പുരോഗമിക്കട്ടെ, നമ്മളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് ആവണ വിധത്തിൽ നമുക്കിത് ഇതാക്കാൻ നോക്കാം. പിന്നെ ആരും ഇവിടെ വന്ന് തൊഴുതിട്ട് ശക്തിയില്ല എന്ന് പറഞ്ഞ് പോണ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. അവരവരെ കൊണ്ട് എല്ലാ വിദേശത്തുള്ളവരൊക്കെ സാധാരണക്കാരാണ്. എന്നാലും അവരെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ മുഴുവൻ അവരിവിടെ ചെയ്ത് ഇത്രയും ഈ അമ്പലം പുരോഗമിച്ചിട്ടുണ്ട്. ഇനിയും എല്ലാവരും ഇതുപോലെ വന്ന് ഇതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. നമ്മളെ കൊണ്ട് ആവുന്ന വഴിപാട് ചെയ്തൊക്കെ നന്നാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. കാലം കഴിയും തോറും
ഈ ദേശത്ത് ജനവാസം കൂടി തുടങ്ങുകയും അമ്പലത്തിന് തൊട്ടു താമസിച്ചിരുന്ന ചായക്കട നടത്തുന്ന കുമാരൻ എന്ന വ്യക്തിയുടെ അമ്മ ദിവസവും ഈ പ്രതിഷ്ഠയ്ക്ക് മുൻപിൽ വിളക്ക് തെളിയിക്കാനും തുടങ്ങി. അപ്പം ഞാൻ ഇവിടെ 1960 മുതൽ ഈ കരുവാങ്കാട് അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപത്ത് ഒരു പെട്ടിക്കട വെച്ചു. അത് കഴിഞ്ഞ് ഇവിടെ തൊട്ട് താഴെ ഇവിടെ ഒരു വീട് വെച്ച് ചായക്കട നടത്തി. അപ്പോൾ ഇവിടെ തിരി വെച്ചിരുന്നു. ഞാൻ അങ്ങനെ 69 വരെ ഈ ഇവിടെ ചായക്കട നടത്തി വീടുമായിട്ട് കുടുംബമായിട്ട് താമസിച്ചു. പിന്നെ ഈ കട ഞാൻ എൻ്റെ അമ്മായിയുടെ മകന് കൊടുത്തിട്ട് കുണ്ടുകാട്ടിലേക്ക് പോയി. അപ്പോൾ അവരാണ് എൻ്റെ അമ്മായിയാണ് ഇവിടെ വിളക്ക് വെച്ചിരുന്നത് സ്ഥിരം. അമ്മായിക്ക് വയ്യാണ്ടായപ്പോൾ അമ്മായിയുടെ മകളുടെ മകൻ ഇവിടെ വിളക്ക് വെച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അന്നിങ്ങനെ ആർച്ചുകൾ, പിന്നെ ഇവിടെ ഒരു ഓടിട്ട് ഒരു അമ്പലം ഈ തെങ്ങിഞ്ചേരി നമ്മൾ ഉണ്ടാക്കി. അതിൽ കുറേ ആൾക്കാർ, അധികം ആൾക്കാരൊക്കെ വന്നു. കാര്യങ്ങളായിട്ടൊന്നും ഒരു പുരോഗമനങ്ങളൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ വരും പോകും എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഈ പുനഃപ്രതിഷ്ഠ നടന്നതിന് ശേഷം അതിനെല്ലാം സഹായിച്ച് അത് നന്നായി അമ്പലം ഇപ്പം നല്ല നിലയ്ക്ക് പോകുന്നുണ്ട്. കാലം പുരോഗമിച്ചു തുടങ്ങി. ദേശത്ത് കനാലും പാലവും റോഡും എല്ലാം പണിയാൻ തുടങ്ങി. പ്രതിഷ്ഠയോടെ ചേർന്ന് നിർമ്മിച്ചു കൊണ്ടിരുന്ന പാലത്തിന് തുടരെ പിഴവുകൾ കണ്ടു തുടങ്ങിയപ്പോൾ അതിന് നേതൃത്വം കൊടുത്തിരുന്ന ചിലർ ഈ ചൈതന്യത്തിൻ്റെ ശക്തി മനസ്സിലാക്കി ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കണ്ടു അവിടുത്തെ പ്രതിഷ്ഠയുടെ ശക്തിയിൽ വിശ്വാസമർപ്പിച്ച് ആ ചൈതന്യത്തിന് അവർ ഒരു കവാടം സമർപ്പിച്ചു. ഇവിടെ ആകെ കാടായിരുന്നു. കാട് കുത്തി പിന്നെ നായ്ക്കന്മാർ കനാല് കുത്തി വന്നു. നമ്മുടെ അവിടുത്തെ കനാല് കുത്താൻ സാധിച്ചില്ല. അപ്പോൾ നായ്ക്കന്മാരെ വിളിച്ചിട്ട് കനാല് കുത്തിച്ചു വരും. അന്ന് കുട്ടികളായിരുന്നു. അപ്പം ഞങ്ങൾ ആട്ടുമാക്കാനൊക്കെ വരുമ്പോൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ തൊഴുകയും ചെയ്യും, പൂവിടുകയും ചെയ്യും, ഞങ്ങൾ പോവുകയും ചെയ്യും. പിന്നീട് സമീപത്ത് താമസിച്ചിരുന്ന കൃഷ്ണക്കൈമൾ ഓടുകൊണ്ട് ഒരു കോവിലുണ്ടാക്കുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റ് ഭക്തരും ചേർന്ന് വിളക്കു തെളിയിക്കുകയും പൂജകൾ നടത്തി പോരുകയും ചെയ്തു. തെങ്ങുംചേരി കരുണാകര കൈമൾ മക്കളോടൊപ്പം പാലക്കാട് പോവുകയും കൃഷ്ണക്കൈമൾ മരണപ്പെടുകയും ചെയ്തപ്പോൾ ദേശക്കാർ ഈ അമ്പലത്തെ ഏറ്റെടുക്കുകയും പൂജകൾ നടത്തുകയും മറ്റു പ്രതിഷ്ഠകൾ നടത്തി ഉത്സവങ്ങൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയും ചെയ്തു പോരുന്നു. ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിനം ഈ ക്ഷേത്രത്തിൻ്റെ 6 ദേശക്കാർ ഒരു ഉത്സവമായി കൊണ്ടാടുകയും തലേ ദിവസം കൊടിയേറി കുട്ടികളുടെ കലാപരിപാടികളും പിറ്റേ ദിവസം കാവടിയാട്ടം, തെയ്യം, മറ്റുള്ള വിവിധ പരിപാടികളുമായിട്ട് 6 ദേശക്കാരാണ് ഇവിടെ ഈ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത്. അതിൻ്റെ ദേശക്കാർ കരുവാങ്കാട്, വെറ്റലപ്പാറ, തളിയമ്പാറ, പനമ്പള്ളി, മുത്തിക്കൽ, കടാങ്കുഴി എന്നീ 6 ദേശക്കാർ കൂടിയാണ് ഈ ക്ഷേത്രത്തിനെ മുന്നോട്ട് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. അതിൻ്റെ ഒരു കമ്മിറ്റി 16 അംഗ കമ്മിറ്റിയുണ്ട്. ഈ ക്ഷേത്രത്തിൽ വർഷം തോറും ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിഷ്ഠാദിനം, അതിനോടനുബന്ധിച്ച് വൃശ്ചിക മാസത്തിൽ 2ാമത്തെ ഞായറാഴ്ച ദേശവിളക്ക്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത ക്ഷേത്രമായ താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിലേക്ക് അവിടുത്തെ ദേശവിളക്ക് എഴുന്നള്ളിപ്പ് പോകുന്നത് ഇവിടെ നിന്നാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ എല്ലാ കർക്കിടകത്തിലും ലാസ്റ്റ് ഞായറാഴ്ച നമ്മൾ ഗണപതി ഹോമം നടത്താറുണ്ട്. പിന്നെ മറ്റുള്ള എല്ലാവരുടെയും സഹായത്തോടെയാണ് ഇപ്പോൾ ക്ഷേത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രം ഒരു ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ല. ഇത് 6 ദേശക്കാർ കൂടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് കമ്മിറ്റിയുടെ കീഴിലാണ് ഈ ക്ഷേത്രം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇനി വരാൻ പോകുന്ന എന്താ വെച്ചാൽ, ക്ഷേത്രത്തിൽ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട ചൂടി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ കാണുന്നത്. അതിനോടനുബന്ധിച്ച് നമ്മളിപ്പോൾ കമ്മിറ്റി കൂടി ക്ഷേത്രത്തിന് ഒരു മേൽക്കൂര ഉണ്ടാക്കി നടപ്പന്തലിടണമെന്നൊരു ആലോചന വെച്ചിട്ടുണ്ട്. അതിനൊക്കെയുള്ള ഫണ്ടും നമ്മൾ കണ്ടെത്തണം. ഈ ക്ഷേത്രത്തിലെ ഉത്സവം എന്നത് അത് കേവലം വിശ്വാസികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് ഈ നാടിൻ്റെ മുഴുവൻ ഒത്തുചേരലായി ഇന്നാട്ടുകാർ കാണുന്നു. ഹിന്ദുക്കൾ മാത്രമല്ല, ഏതും ക്രിസ്ത്യാനികളും മുസ്ലിമും എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. ഓരോ ദേശത്ത് നിന്ന് കാവടി കൊണ്ടിട്ടുണ്ടെങ്കിൽ 10 വീടിൻ്റെ കടാങ്കുഴി ദേശത്ത് 10 വീടുണ്ടാവുള്ളൂ. അവിടെ നിന്നൊക്കെ ക്രിസ്ത്യാനികളടക്കം കാവടി കൊണ്ടുവരിക. അവർ മുട്ടിക്കുന്നായാലും തളിയമ്പാറന്നായാലും പനമ്പള്ളിന്നായാലും കരുവാങ്ങാട് ദേശക്കാരായാലും, കരുവാട് ദേശം അതി മുസ്ലിമാണ്, ഹിന്ദുക്കൾ എന്നുള്ള മനവരുള്ളൂ. എന്നാലും അവരെ കൂടി ഫുള്ള് സഹായത്തോടു കൂടി അടുത്ത് കാര്യം നടത്തുന്നത്. എല്ലാ പൂരായാലും കാവടി ആയാലും അങ്ങനെയുള്ള വിളക്ക് കാര്യങ്ങളായാലും ദേശവിളക്കായാലും എല്ലാത്തിനും ഫുൾ സഹകരണം. നാട്ടിലുള്ള ഞങ്ങളുടെ ഈ 5 ദേശം എന്നല്ല, 6 ദേശമുണ്ട്. 6 ദേശത്തും പിന്നെ കുറച്ച് പുറമെന്ന ആൾക്കാരുണ്ട്. ഞങ്ങളെ മറ്റേ മോനയുടെ മരുവനും മോനൊക്കെ ഞങ്ങൾക്ക് നമ്മളെ സഹായിച്ചിട്ടുണ്ട്.
അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ നടന്നു പോകണ കാര്യങ്ങൾ. ഇവിടെ അമ്പലത്തിന് വേണ്ട എന്തെല്ലാം ഒക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ ഞാൻ സഹകരിക്കും. ഞാനിവിടെ രക്ഷാധികാരിയായിട്ട് ഇന്നും തുടരുവാണ്. പക്ഷേ പിന്നെ കൗണ്ടറിൽ ഇരിക്കാൻ ആൾ വിശ്വാസം കിട്ടിയില്ലാത്ത കാരണം കൗണ്ടറിൽ ഇരിക്കും. അങ്ങനെ 6 ദേശക്കാരും കൂടെ കൂടിയാണ് ഇവിടെ ഉത്സവം നടത്തുന്നത്. ജാതിഭേദം ഒന്നുമില്ലാണ്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഇന്നത് വേണമെന്ന് പറഞ്ഞാൽ ഒരാളും പുറകോട്ട് നിൽക്കില്ല, എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത്. ശബരിമലയിലെ ചൈതന്യത്തിന് തത്തുല്യമായി തന്നെയാണ് ഇവിടെ യഥാവിധി ചൈതന്യത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കുകയും ഭക്തജനങ്ങൾക്ക് ആഗ്രഹ സഫലീകരണം സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 11 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ക്ഷേത്രത്തെ ഇപ്പോൾ കാണുന്ന വൃത്താകൃതിയിലുള്ള ക്ഷേത്രമായി പണികഴിപ്പിച്ചത്. സ്വാമി ശരണമയ്യപ്പ 2024 ഡിസംബർ 1 അവിടെ വൃശ്ചികം 16 വിളക്കായിരുന്നു. തലേ ദിവസം ഞാനിവിടെ ചാർജ് എടുത്ത് കയറി. അത് ഒരു അത്ഭുതമാണ്. ഞാൻ ഈ ക്ഷേത്രത്തിൽ കയറാത്ത മുന്നിൽ തന്നെ ഈ ചൈതന്യത്തെ പറ്റി ഒരു ശിവസ്വരൂപത്തിൽ തപസ് ചെയ്യുന്ന ഭഗവാനെ കണ്ടുകൊണ്ടും എന്നെ എന്തോ ഇവിടേക്ക് ആകർഷിക്കുന്ന പോലെ എനിക്ക് കണ്ടത്. നമ്മൾ ശബരിമലയുടെ അതേ ചൈതന്യമാണ് ഇവിടെ കുടികൊള്ളുന്നത്. എനിക്ക് ഫീലാകുന്നത്, എനിക്ക് അനുഭവിക്കാവുന്ന തരംഗങ്ങൾ ഉണ്ടാകുന്നത്. കാരണം അതേ ഒരു അന്തരീക്ഷം ശബരിമല അതേ ഇത് വിഗ്രഹമാണെങ്കിൽ അത് തത്വശാസ്ത്രപ്രകാരം യഥാവിധിപ്രകാരമുള്ള വിഗ്രഹം. ആ വിഗ്രഹത്തിലൂടെ ഒഴുകുന്ന ചൈതന്യം അപാരമാണ്. അപ്പോൾ അതെല്ലാം നന്നായി എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ എന്തോ ഒരു കാരണങ്ങളാൽ എന്തോ കൊണ്ട് ഒരു ജനവാസമോ അതിൻ്റെ ഒരു ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പുരോഗമനമോ ഇല്ലാതെ ഇട്ടുണ്ട്. അപ്പോൾ നിശ്ചയിച്ചു ഇവിടെ എന്തെങ്കിലും ചെയ്ത് ഈ ക്ഷേത്രത്തെ ഉയർത്തുക എന്നുള്ളൊരു ജോലി. അതുപ്രകാരം അന്ന് മുതൽ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗങ്ങളിൽ എന്തൊക്കെ ചെയ്യണം, ക്ഷേത്രം എങ്ങനെയൊക്കെ ഉണ്ടാവണം, ആ ക്ഷേത്രത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് ക്ഷേത്രത്തിനകത്തും പിന്നെ അതിനുശേഷം വെളിയിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സത്സംഗ പരിപാടികൾ, ഭഗവതി സേവ, നവഗ്രഹ ജാതിഹോമം, സപ്താഹങ്ങൾ, സമൂഹ അർച്ചനകൾ, ഇങ്ങനെ പലവിധ ഞായറാഴ്ച തോറും ഒരു സത്സംഗ ക്ലാസ്സുകൾ, ഇങ്ങനത്തെ ക്ലാസ്സുകളെടുത്ത് ജനങ്ങളെ എല്ലാവരും ഉപയോഗിച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു പുരോഗമനത്തിന് വേണ്ടി ഒരു സാമ്പത്തിക ഭദ്രത വളരെ അത്യാവശ്യമാണ്. നല്ലൊരു ക്ഷേത്രമായതുകൊണ്ട് ഈ കരുവാൻകാരുടെ ഒരു സെൻറ്ററും കൂടിയാണ്. ഈ കരുവാൻകാട് എന്ന ക്ഷേത്രം പറയുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ നാട് ദൈവത്തിന് പറഞ്ഞു നടക്കാറേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തെ ജനങ്ങൾ ദൈവത്തിന് സമമാവുന്ന മനസ്സിൽ ഉടമകളാണ് ഇവിടെ. അതുകൊണ്ട് എനിക്കും അവരിലൊരാളായി നിന്നുകൊണ്ട് ഇവിടെ നിൽക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയമായി. ദാമോദരൻ നമ്പൂതിരി തന്ത്രി അവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷ്ഠകൾ നടത്തിയത്. നിത്യപൂജകൾ നടത്താൻ താന്ത്രിക വിധിപ്രകാരം അദ്ദേഹം ആളുകളെ ഏർപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ കാലശേഷം മകൻ ഗോവിന്ദൻ നമ്പൂതിരി തന്ത്രിയായി. ശാന്തിയായി മാധവൻ നമ്പൂതിരിയും ഇവിടെ പൂജകൾ നടത്തിപ്പോന്നു. തച്ചുശാസ്ത്രപ്രകാരം വൃത്താകൃതിയിൽ ഒരു ശ്രീകോവിൽ, അതിനുള്ളിൽ മറ്റൊരു ശ്രീകോവിൽ എന്ന രീതിയിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഘടന. പിന്നെ നമ്മുടെ അയ്യപ്പത്തെ വിഗ്രഹത്തെ പറ്റി പറഞ്ഞു, വളരെ ചൈതന്യമാർന്നതും ശബരിമല പോലെ തന്നെ ചൈതന്യമുള്ളതാണ്. പിന്നെ ഇവിടെ ഗണപതിയാണ്. ഈ യമകണ്ഠ ഗണപതി പറയുമ്പോൾ നമ്മൾക്ക് മനുഷ്യനുള്ള യമഭയവും മൃത്യുഭയങ്ങളെയും അകറ്റി നമ്മൾക്ക് രക്ഷ തരുന്ന ഒരു ഗണപതിയായിട്ടാണ് ഈ ഗണപതിൻ്റെ ചൈതന്യം കാണുക. അതിനുശേഷം നമ്മൾ കിഴക്ക് നോക്കി ഒരു ശിവനോട് ചേർന്ന് ഒരു നാഗമുണ്ട്. അതും വളരെ ഒരു അത്ഭുതകരമാണ്. ഈ നാഗം നമ്മളുടെ ഈ ഉത്സവങ്ങളും മറ്റുള്ള ഏത് വിശേഷം വന്നാലും ഒരു നാഗം വന്ന് അവിടെ ദർശനം തന്നിട്ട് പോകുന്നതായിട്ട് പഴമക്കാർ ഇപ്പോഴത്തെ ആൾക്കാരും പറയാറുണ്ട്. അതുപോലെ ഒരു അത്ഭുതം അത്. അപ്പോൾ ശിവചൈതന്യം ഉള്ളതുകൊണ്ടും ഈ ശിവനാഗം ഉള്ളതുകൊണ്ടും ഇവിടെ വല്ല ചൈതന്യമാണ്. പക്ഷേ ശിവൻ പറഞ്ഞ മംഗളം എന്നാവും, പിന്നെ നാഗം എന്നുള്ളത് ചുറ്റിയിരിക്കുന്ന കാലമാണ്. അപ്പോൾ ആരെന്ത് പ്രാർത്ഥിച്ചാലും ഈ കാലം നമ്മൾക്ക് അനുകൂലമായി മാറും, മംഗളമായി ഭവിക്കും ആ ഒരു ആരാധന. അതിനുശേഷം മുരുകനാണ്, തെക്ക് നോക്കി നിൽക്കുന്ന മുരുകനാണ് ഇവിടെ പ്രതിഷ്ഠ. ഈ തെക്ക് നോക്ക് മുരുകൻ ദേവസേനാപതിയാണ്. ഏത് യുദ്ധത്തെയും ദേവകളെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യുന്ന മുരുകൻ എല്ലാം ജയമാണ്. അപ്പോൾ ആ മുരുകനെ നമ്മൾ വഴിപെടുന്നതും പൂജിക്കുന്നതും കൊണ്ടാടം ചെയ്തു കഴിഞ്ഞാൽ നമ്മളിൽ ഏത് വിജയമാണോ ഭഗവാൻ കൊണ്ടു നടന്നാണ് ഇവിടുത്തെ അനുഭവങ്ങളും ഇന്ന് വരെച്ചുള്ള അനുഭവങ്ങൾ.
എല്ലാ വിജയവും ആ മുരുകൻ നമുക്ക് തരുന്നതാണ്. പിന്നെ വെളിയിൽ നീചഭഗവതി എന്ന് പറഞ്ഞ് വഴിപോക്കർക്കുള്ള ഒരു ആരാധനയ്ക്ക് മധു തിരുമേനി ഉണ്ടാകുന്ന കാലത്ത് അത് പ്രതിഷ്ഠനായിരുന്നു. അത് ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ക്ഷേത്രം ഒരു ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു സൃഷ്ടിയാണ്. ബ്രഹ്മാണ്ടം പറഞ്ഞാൽ റൗണ്ടായി ഗോളാകൃതിയിലുള്ള പോലെ തന്നെയാണ്, അതേ ഒരു ചൈതന്യം പോലെയാണ് ഈ വൃത്താകൃതിയിലാണ്. ഈ വൃത്താകൃതി ഉള്ളിലൊരു വൃത്താകൃതിയിലാണ്. അപ്പോൾ ശ്രീകോവിൽ ഇതിപ്പോൾ എവിടെയും പെട്ടെന്ന് കാണാൻ പറ്റില്ല. പക്ഷേ അതും കൂടി ഒരു പ്രത്യേക ഒരു ചൈതന്യമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഈ കുടികൊള്ളുന്നത്. അപ്പോൾ എങ്ങനെ നോക്കുമ്പോഴും ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം പറയുമ്പോൾ ഇവരെല്ലാം ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവം എനിക്ക് കാഴ്ച ഭഗവാൻ തന്നത് ഈ സ്ഥലത്ത് പൂക്കളെ വർഷിക്കുന്ന ഒരു അന്തരീക്ഷവും അവിടെ ഈ ഗോക്കൾ വന്ന് പാല് ചുരത്തിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷമാണ്. ഗുരുവായൂർ 100 വർഷത്തിൻ്റെ മുന്നിൽ മറ്റേ ചരിത്രങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിന് മുന്നിൽ തന്നെ ഒരു 150 വർഷമെങ്കിലും ഈ ചൈതന്യം ഇവിടെ വളർന്നിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് ഈ ചൈതന്യം ഇവിടെ ഇങ്ങനെ വളരാൻ കാരണം. അപ്പോൾ ആ ദർശനവും അനുഭവവും എന്നിലൂടെ ഭഗവാൻ കാണിച്ചു തന്നത്. അതും കൂടി മുതൽക്കൂട്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ ഇത്രയും ചെയ്യാനുള്ള ഒരു കാര്യം. അപ്പോൾ ആ അന്തരീക്ഷം കൂടിയായി ഇപ്പം എന്താണെങ്കിൽ ഇതൊരു പുതിയ തുടക്കമാണ്. ഇനി ഈ ക്ഷേത്രത്തിൻ്റെ പുതിയ അന്തരീക്ഷങ്ങളും ഈ ഒരു വികസനവും ഇവിടെ സൗകര്യങ്ങളാക്കി ഈ ക്ഷേത്രത്തെ നല്ല പുരോഗതി കൊണ്ടുവന്ന് ഈ നാടിനെയും അതോടൊപ്പം പുരോഗതി കൊണ്ടുവരാനുള്ള ഒരു ആദ്യത്തെ കാൽവെപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിലിപ്പോൾ എല്ലാ ജനങ്ങളെയും കാണുമ്പോൾ അവരുടെ മനസ്സും അവരുടെ എല്ലാത്തെയും കാണുമ്പോൾ അവർക്ക് നല്ല ആകാംക്ഷയും സന്തോഷം കാണുമ്പോൾ ഇനിയും കൂടുതലും അവരുടെ സഹകരണം കൂടുതലുണ്ട്. ഇനി മേലും ഈ ക്ഷേത്രത്തിൻ്റെ പല വികസനങ്ങൾക്കും ഇത് കാരണമാകട്ടെ. ഇതിനോട് എല്ലാം യോജിച്ച് നിന്നവരും ഇതിന് സഹകരിച്ചവരും ഇതിനു വേണ്ടി എല്ലാം നിൽക്കുന്നവർക്കും അയ്യപ്പനോട് അനുഗ്രഹം കൂടുതൽ ഉണ്ടായിട്ട് വരട്ടെ. ഗണപതിയും മുരുകനും അയ്യപ്പനും ശിവനാഗവും ചേർന്ന ശിവകുടുംബമാണ് ഈ ക്ഷേത്രത്തിലെ ചൈതന്യങ്ങൾ എല്ലാവരും തന്നെ. ഈ അമ്പലത്തിൽ 2001 മുതലാണ് ഈ അമ്പലത്തിലേക്കുള്ള പ്രവേശനം ഞാൻ വന്നു തുടങ്ങിയത്. അതിൽ അന്ന് വരുമ്പോൾ ഒരു വലിയൊരു ആലും അതിൻ്റെ കിടയ്ക്ക് ഒരു ചെറിയൊരു പ്രതിഷ്ഠ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ നാടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്നും അവിടെയും ഇവിടെയും പ്രശ്നങ്ങളും വളർച്ചയ്ക്ക് വളരെ മുരടിച്ച് നിൽക്കുന്ന സമയമാണ്. പിന്നെ എല്ലാവരും സഹായത്തോടു കൂടിയിട്ട് ഓരോ സ്ക്വയർ ഫീറ്റിന് 250 രൂപ വെച്ചെടുത്ത് അമ്പലത്തിൻ്റെ പുരോഗമനം വന്നതോടു കൂടിയിട്ട് ഈ നാടെന്നെ സത്യം പറഞ്ഞാൽ മാറി എന്ന് പറയാം. പ്രശ്നങ്ങളോ കലാപങ്ങളോ യാതൊന്നും ഇല്ലാതെ നല്ല ഒരു അച്ചടക്കത്തോടു കൂടിയിട്ടുള്ള ദേശമായി മാറിക്കൊണ്ടിരിക്കുക. അമ്പലത്തിൻ്റെ വളർച്ച ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് ഈ നാട് വളരുന്നുണ്ടെന്ന് ആ സത്യം ഈ ലോകത്തെ എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവമാണത്. അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ മറ്റത് ഇവിടുത്തെ ഒരു വികസനം എന്ന് പറയുന്നത് ഈ കരുവാങ്ങാട് കണ്ടിട്ടില്ല. പ്രതിഷ്ഠ ഇല്ലെങ്കിലും ശിവചൈതന്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. പുലർച്ചെ 3 മണി കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഭഗവാനെ അഭിഷേകങ്ങളുണ്ടാകും. അഭിഷേകം കഴിഞ്ഞ് ഒരു 4:30 ശേഷം വരുമ്പോൾ സംഘാഭിഷേകം ചെയ്ത് 5 മണിക്ക് ഉഷപൂജ, 6 മണിക്ക് പ്രത്യേക അർച്ചനകൾ പ്രഭാത അർച്ചനകൾ ചെയ്ത് 7:30 നിവേദ്യം, 8 മണി വരെ, 8:15 ദീപാരാധന. അങ്ങനെ 9 മണി ശേഷം നടയടയ്ക്കുന്നതാണ്. ഇതാണ് നിത്യപൂജ. വൈകുന്നേരത്ത് 5:30 നട തുറക്കുക, 7 മണി വരെയാണ് പൂജ മറ്റേ അമ്പലത്തിൻ്റെ സമയം. അതിൽ 6 മണിക്ക് നിവേദ്യം, 6:15 ദീപാരാധന. അതാണ്. പിന്നെ 7 മണി ശേഷം നടയടയ്ക്കുക. ഇങ്ങനെയാണ് ഇപ്പോൾ പതിവായിട്ട് ഈ ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അമ്മമാരെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റി അംഗങ്ങളാണ്. ഈ കമ്മിറ്റി അംഗങ്ങൾക്കുപരി ഇവരൊരു സേവകരും കൂടിയാണ് ഈ ക്ഷേത്രത്തിൽ. നമ്മളെല്ലാവരും കമ്മിറ്റി അംഗങ്ങൾ ഉണ്ടാവാം, നമ്മളെല്ലാ ക്ഷേത്രത്തിലും മറ്റുള്ളത് കാണാം. പക്ഷേ അവർ ആ കമ്മിറ്റി അംഗങ്ങൾ കമ്മിറ്റി കൂടുക പോവുക എന്നുള്ളത് കൂടി കഴിഞ്ഞ് അതിനുപരി ഇവർ ഈ ക്ഷേത്രത്തിൻ്റെ നിത്യപരിപാലനം സേവനം ചെയ്ത് നടക്കുന്ന അമ്മമാരാണ്. ഒരു ഫലവും നമ്മൾ ഇതോടെ പ്രതിഫലം കൊടുക്കാറില്ല. ഇത്രയും വയസ്സായി പോലും വയ്യാതെ പോലും അവർ ഈ അയ്യപ്പന് വേണ്ടി ചെയ്യുന്ന സേവനം ഇന്നത്തെ തലമുറ അത് കണ്ടു പഠിക്കേണ്ടതാണ്. അത്രമാത്രം പണിയെടുക്കുന്നുണ്ട്. ഈ വെയിലില്ല, മഴയില്ല, അവർക്ക് ഒരു ഇതുമില്ലാതെ അവർ വരുന്നുണ്ട്. അവർ വീട്ടിൽ നിന്ന് ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് അവരായി ചെയ്തു പോകുന്ന അമ്മമാരാണ്. ശരിക്കും ഇവരാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ കാരണം. ഇവരെയാണ് നമ്മൾ ആദ്യം തൊഴേണ്ടത്. ഇനി ഇവരെ കണ്ടു വേണം ഈ ക്ഷേത്രത്തിൻ്റെ സേവന ഇനി വരാനുള്ളത്. ഇനി എത്ര ഉയർത്തി പറഞ്ഞാലും പോരാ, ഇവർ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ അമ്മമാരാണ്. ക്ഷേത്ര മംഗള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് എല്ലാം തന്നെ നാഗസാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നത് പതിവാണ്. പുനരുദ്ധാരണ സമയത്ത് ആ തറക്കല്ലിടുന്ന സമയത്ത് നമ്മുടെ അതിൽ കൂടെ ഒരു ശിവനാഗത്തിൻ്റെ, അതായത് പാമ്പ് വരുന്ന ഒരു പ്രകൃതി ഉണ്ടായി. ആ പാമ്പ് വരുന്ന കണ്ടപ്പോൾ ആൾക്കാരൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ഉത്കണ്ഠയിലായിരുന്നു. പക്ഷെ ആ നാഗം വന്നിട്ട് ആ തറക്കല്ലിൻ്റെ മുകളിൽ കൂടി കയറി അത് അതിൻ്റേതായ വഴിക്ക് പോയിരുന്നു. എല്ലാവരും ശരണമന്ത്രങ്ങളോടുകൂടി ആ സമയത്ത് അതിനെ വരവേൽക്കുകയാണ് ഉണ്ടായത്.
പിൽക്കാലത്ത് ഈ ക്ഷേത്രത്തിന്റെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഈ നാഗം ഇതുവഴി വരാറുണ്ട്. അത് വലിയൊരു സത്യമുള്ള കാര്യമാണ്, വിശ്വസിക്കാൻ പ്രയാസമായിട്ടുള്ള കാര്യമാണ്. ഇന്നും അത് കൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇതിൽ എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം. ഈ നാടിന് മുഴുവനും കാവലായി നിത്യദീപമായി അയ്യപ്പസ്വാമിയുടെ ചൈതന്യം എന്നും ഈ ദേശത്തും സർവചരാചരങ്ങളിലും പുണ്യമായി നിറയട്ടെ. ഹരിഹരസുതനേ സ്വാമിയേ നിൻ ശരണം തവ ചരണം. ഹരിഹരസുതനേ സ്വാമിയേ നിൻ ശരണം തവ ചരണം. കരുവാൻ കാട് വാഴുമയ്യനേ അടിയങ്ങൾക്കാശ്രയം നീ. ഈ അടിയങ്ങൾക്കഭയം നീ. ഹരിഹരസുതനേ സ്വാമിയേ സ്വാമിയേ. ആനനവാസനം ശബരീശ ചൈതന്യം കാനനദേശത്തു വിളങ്ങിയിടുന്നു. കാനനവാസനം ശബരീശ ചൈതന്യം കാനനദേശത്തും വിളങ്ങിയിടുന്നു. ആശ്രിതർക്കിന്നും ആശ്രയമായി മാമലവാഴും മണികണ്ഠൻ കരുവാൻ കാട്ടിലും വിളങ്ങിയിടുന്നു. ആശ്രിതർക്കിന്നും ആശ്രയമായി മാമലവാഴും മണികണ്ഠൻ കരുവാൻ കാട്ടിലും വിളങ്ങിയിടുന്നു. ഹരിഹരസുത